ഈ കാണുന്നതാണ് ഹുണ്ടായുടെ ഏറ്റവും പുതിയ വരവ്. 2019 വന്നു, 2025 പുതിയ ഫേസ് ലിഫ്റ്റ്. ഫേസ് ലിഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, പുതിയൊരു വാഹനം എന്ന് വേണമെങ്കിലും ഹുണ്ടായിക്ക് ഇറക്കാം. ആ രീതിയിൽ ഒരുപാട് ചേഞ്ച്, ഒരു 10-60ഓളം ചേഞ്ചസ് ആയിട്ടാണ് പുതിയ വെനു വന്നിരിക്കുന്നത്. വേരിയന്റ് നോക്കുകയാണെങ്കിലും മാറ്റം വന്നു. പഴയ രീതി HX5 ഉണ്ട്, 6 ഉണ്ട്, HX6T ഉണ്ട്, 8 ഉണ്ട്. ഇത്ര വേരിയന്റ് ആണ് ക്ലാസിക്കലി വരുന്നത്. എൻലൈൻ എന്ന് പറഞ്ഞ സ്പെസിഫിക് വേരിയന്റ് ഇതിനകത്ത് വരുന്നുണ്ട്. 6 സിംഗിൾ കളറിൽ നമുക്ക് വണ്ടി കിട്ടും. ഡ്യുവൽ ടോൺ 2 എണ്ണം. ഇന്ത്യയിൽ നമുക്ക് 3 കളർ ഓപ്ഷൻ അവൈലബിൾ ആണ്. 3 കളർ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് വണ്ടി കിട്ടുന്നത്. ഡീസൽ വരുന്നുണ്ട്. പെട്രോൾ തന്നെ നമുക്ക് 1 ലിറ്റർ വരുന്നുണ്ട്. 1 ലിറ്റർ ടർബോ, 1.2 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. 1.2 ലിറ്റർ നമുക്ക് മാനുവൽ 5 സ്പീഡ് മാത്രമായിരിക്കും കിട്ടുക. ടർബോയിലേക്ക് വരുമ്പോൾ നമുക്ക് 6 സ്പീഡ് മാനുവലും 7 DCT നമുക്ക് ട്രാൻസ്മിഷൻ ഓപ്ഷൻ വരുന്നുണ്ട്. ഡീസലിലേക്ക് വരികയാണെങ്കിൽ 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ആയിരിക്കും ഗിയർ ബോക്സ് വരിക. അപ്പം ഒരുപാട് ഓപ്ഷൻ നമുക്ക് എഞ്ചിനിലും ട്രാൻസ്മിഷനിലും തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് കിടക്കുന്നത്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് അഡാസ് പോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് വണ്ടിയിലേക്ക് ആഡ് ഓൺ ആവുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു DRLും ഹെഡ്ലാമ്പും ഒക്കെ ഉണ്ടായി കറക്റ്റായിട്ട് നമുക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ക്രോം ചെയ്ത ഗ്രില്ല് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. EV ആയിട്ട് വെഹിക്കിളുമായിട്ടൊക്കെ മാച്ച് ചെയ്ത രീതിയിലുള്ള അലോയിലാണ്. ഫ്രണ്ടിൽ നമുക്ക് എല്ലാ വേരിയന്റിലും ഡിസ്പ്ലേ ആയിരിക്കും വരിക. ടോപ്പ് 2 വേരിയന്റിൽ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്പ്ലേ ആയിരിക്കും വരിക. 2520 പുതിയ വീൽ ബേസ് വരുന്നത്. ഇപ്പോൾ ഹൈറ്റിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്, വിഡ്ത്തിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. 375 ലിറ്ററോളം വരുന്ന ബൂട്ട് സ്പേസ് വണ്ടിക്കുണ്ട്. എക്സ്ട്രീം ന്യൂ ഇന്റീരിയർ എന്ന് പറയാം. ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പഴയ വെന്യൂയായിട്ട് യാതൊരു സാമ്യമില്ലെന്ന് തന്നെ പറയാം. സ്റ്റിയറിംഗ് വളരെ അടിപൊളിയായിട്ടുണ്ട്. ഒരു പുതിയ സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുണ്ട്. ഇൻഫോർടൈൻമെന്റ് ആൻഡ് ക്ലസ്റ്ററും പുതിയതാണ്. ബേസ് വേരിയന്റ് തൊട്ട് ഈ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. പക്ഷേ ഈ ഒരു കർവ്ഡ് സ്ക്രീൻ കിട്ടുന്നത് ടോപ്പ് എൻഡ് വേരിയന്റിൽ മാത്രമായിരിക്കും കിട്ടുക. ബേസ് വേരിയന്റ് തൊട്ട് തന്നെ 10.25 വരുന്ന ഒരു സ്ക്രീൻ നമുക്ക് ഈ ഒരു സൈഡിൽ കിട്ടും. ക്ലസ്റ്റർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു TFT ക്ലസ്റ്റർ ആയിരിക്കും 10.66 സെന്റിമീറ്റർ വരുന്ന. ഡ്രൈവർ സീറ്റ് 4-way ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. കീ വളരെ ഡൈനാമിക് ആണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഓവൽ ഷേപ്പിലുള്ള ഒരു കീ. വണ്ടി ഓണാക്കാൻ ഓഫ് ചെയ്യാനും പറ്റും. ലോക്ക് അൺലോക്ക്, പിന്നെ ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഫിസിക്കൽ കീ ഇല്ല കേട്ടോ, സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ നമ്മുടെ ഈ ഒരു കൺസോൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ AC കൺട്രോൾ, അതുപോലെ നമ്മുടെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കൺട്രോൾ വരുന്നുണ്ട്. ഇവിടെ ഒരു ഇൻഡക്ഷൻ ചാർജർ വരുന്നുണ്ട്. ഫോൺ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വെന്റിലേഷൻ കൺട്രോൾ സീറ്റിന് വരുന്നുണ്ട്. ഓട്ടോ ഹോൾഡ്, പാർക്ക് ബ്രേക്ക്, 360 ക്യാമറ, ഡ്രൈവ് മോഡ്സ് ആൻഡ് ട്രാക്ഷൻ മോഡ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഭയങ്കര ഡൈനാമിക് ആയിട്ടാണ് വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ സീറ്റ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അത്യാവശ്യം ബിഗ്ഗർ ആയിട്ടുള്ള സീറ്റ്. പഴയ വെന്യൂയായിട്ട് യാതൊരു കമ്പാരിസനും ഇല്ല. അതുപോലെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 ലക്ഷം രൂപയിൽ താഴെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്.